my shoulder. Hold me in your arms. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സിറി. അപ്പം ഇന്ന് ഒരു ക്ലീനിങ്, ഓർഗനൈസിങ്, അതുപോലെ ഒരു DIYs ഒക്കെ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ടൗണിൽ പോയി കുറച്ച് ഓർഗനൈസേഴ്സ്, അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഫാബ്രിക് പെയിൻറ്റ്, പിന്നെ ഓർഗനൈസേഴ്സ്, ഒരു പ്ലാന്റ് പോട്ട് മേടിച്ചിട്ടുണ്ട്, സിസേഴ്സ്, പിന്നെ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ സപ്ലൈസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന്, മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ തന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷനൊക്കെ കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ അതേഴ്സീവ് ഹുക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ബാഗൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അതേഴ്സീവ് ഹുക്സ് മേടിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യുന്നത് നോർമൽ കാർഡ്ബോർഡ് ബോക്സിനെ ഈ ഒരു പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു DIY ക്യാൻഡിലൊക്കെ ഉണ്ടാക്കി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീണ്ടും ഞാൻ ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടു നോക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് മേക്കപ്പ്, സ്കിൻ കെയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കോമ്പെല്ലാം ഈ ഒരു ഓർഗനൈസറിലേക്ക് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഹെയർ ആക്സസറീസ് ആണ്. അപ്പോൾ ഇതെനിക്ക് പണ്ടെന്തോ ഗിഫ്റ്റ് കിട്ടിയൊരു ബോക്സ് ആയിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ ഹെയർ ആക്സസറീസ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇയറിങ്സ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് 2 പുതിയ കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ജസ്റ്റ് അതിലേക്ക് ഇട്ട് വയ്ക്കുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനിയാണ് സ്കിൻ കെയറും സാധനങ്ങളും ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ആദ്യം ഞാനിതെല്ലാം ഇങ്ങനെ വേറെ വേറെ ഓരോ ബോക്സിലായിരുന്നു വെക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ല, അതിന് മാത്രമുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പം ഈ ജസ്റ്റ് ഒരു ഓർഗനൈസറിലേക്ക് ഇതിലേക്ക് തന്നെ എല്ലാം ഒന്ന് വയ്ക്കുകയാണ്. ലിപ്സ്റ്റിക്സും അതെല്ലാം ചെറിയൊരു പാത്രത്തിലേക്കാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ ഒരുപാട് സ്പേസ് എടുക്കുകയില്ല, നമുക്ക് എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഒരിടത്ത് തന്നെ വെക്കാൻ പറ്റും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ബാഗൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അത് വെറുതെ ഷെൽഫിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അലമാരയുടെ ഈ ഒരു സൈഡിൽ 2 അതേഴ്സീവ് ഹുക്സ് പുറത്തായിട്ടും സ്റ്റിക്ക് ചെയ്ത് ബാക്കി ഡോറിൻ്റെ സൈഡിലായിട്ടും ഉള്ളിലെ ഡോറിൻ്റെ സൈഡിലായിട്ടും കൂടെ സ്റ്റിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്ത് വെക്കാം. അപ്പം പൊടി പിടിക്കുകയില്ല, അത്യാവശ്യം ക്ലീൻ ആയിട്ട് അത് അവിടെ ഇരിക്കുമല്ലോ. അപ്പം അതൊക്കെ ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു മിററിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് എൻ്റെ മേക്കപ്പ് ബോക്സിലെങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു മിററാണ്. അപ്പം ഞാനത് പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതിനൊരു ഫ്രെയിം പോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ ഞാനൊരു ആ മിററിൻ്റെ സൈസിനനുസരിച്ചൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ മിറർ അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇതുപോലെ ഫ്ലെക്സ് കിക്ക് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കുട്ടികളൊക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ക്ലേ എടുക്കുന്നുണ്ട്. ക്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് കറക്റ്റ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഷേപ്പ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാനതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചപ്പം മനസ്സിലായി ഈ 2 സംഭവങ്ങളും മിക്സ് ചെയ്ത് ഇതുപോലെ ഇത് വൈറ്റ് ആകുന്നിടം വരെ നമ്മളത് തമ്മിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതുണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ആ മിററിൻ്റെ സൈഡിൽ അത്യാവശ്യം ഷാർപ്പായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ഷാർപ്നെസ് നമ്മുടെ കൈ കൊണ്ടാൽ മുറിയില്ല. അപ്പം അതിനെ ഒന്ന് ജസ്റ്റ് ക്ലേ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ചാണ് കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ പല പല ഷേപ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. റൗണ്ട് പോലെയും ഇങ്ങനെ ചുരുട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ട് പോലെ ഉണ്ടാക്കി 2 കോർണറിലും പൂ പോലെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നി. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിലങ്ങനെ വലിയ ഐഡിയാസൊന്നുമില്ല. ചെയ്ത് വരുമ്പം ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് ഇങ്ങനെ ഓരോരോ ഡിസൈൻസ് വെച്ച് ചെയ്യായിരുന്നു. ചെയ്ത് പരിചയമില്ലാത്ത കാര്യം ആയതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്താണല്ലോ അതൊക്കെ പഠിക്കുന്നത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ക്ലേ വെച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇനി ഡ്രോയറൊക്കെ ഓർഗനൈസ് ചെയ്യാണ്. ഡ്രോയറിലൊക്കെ ഞാൻ എൻ്റെ കൈ കിട്ടുന്ന എല്ലാ സാധനവും കൊണ്ട് അതിലായിരുന്നു ഞാൻ ഇടുന്നത്. പഠിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പേപ്പർ കിട്ടിയാൽ ജസ്റ്റ് അതിലേക്ക് ഇടുകയായിരുന്നു ചെയ്യുന്നത്. അതിൽ കൂടുതലും കളയാനുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ ആയാലും കൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇടാൻ മടിയാണെങ്കിൽ ഞാൻ അത് ആ ഡ്രോയർ പറഞ്ഞ് അതിലേക്ക് ഇടുമായിരുന്നു. ഇനി ലാസ്റ്റ് ഡ്രോയറിൽ ഇതുപോലെ ക്രാഫ്റ്റ് സാധനങ്ങളാണ്. അതും ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം 3 ഡ്രോയർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇന്ന് മഴയാണ്. അതുകൊണ്ട് നല്ല തണുപ്പാണ്, അത്യാവശ്യം ചൂടൊന്നുമില്ല.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിററിൻ്റെ ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻസിൽ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ടേബിളൊക്കെ അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് കളയാണ്. അതിന് ശേഷം ഫ്ലോർ ഒന്ന് തുടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് പ്ലാന്റ് പോട്ടും ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് കരിക്കും വെള്ളമൊക്കെ തന്നു, അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ക്ലീനിങ് ആയിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ചു. അപ്പം ഇന്നത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ കാപ്പി ഉണ്ടാക്കി. അപ്പോഴും മഴയായിരുന്നു. അപ്പം മഴയത്ത് നല്ല ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെ ഇന്നൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു. റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരുന്നപ്പം എനിക്കും മനസ്സിന് നല്ലൊരു സമാധാനം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡേയ്ക്കുള്ള പ്ലാനിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കാപ്പി കുടിച്ച് അതൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ എഴുതാനുണ്ടായിരുന്നു. ഇന്നൊരു നല്ല ഡേ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഡേയിൽ, അതിപ്പോൾ ചെറിയ കാര്യങ്ങളായാലും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. വെറുതെ ഒരു ദിവസം ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ആയിരിക്കും. പക്ഷേ ഇന്നെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.